നിയമപരമായി കടമെടുക്കാനുള്ള നമ്മുടെ അവകാശത്തിലും കേന്ദ്രം കത്തിവെച്ചു സർ. 3% കടമെടുക്കാൻ നമുക്ക് എല്ലാം അധികാരമുണ്ട്. വായ്പ 3% അധികരിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഒരുപോലെ ബാധകമാണല്ലോ. പക്ഷേ നടക്കുന്നത് അങ്ങനെയാണോ? നടപ്പ് വർഷം കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 5.9% സംസ്ഥാനത്തിൻ്റെ ശരാശരി 2.9% അധികരിക്കില്ല. അവകാശപ്പെട്ട വായ്പ നാം എടുത്താലും ധനക്കമ്മി 3% അധികരിക്കില്ല. പിന്നെന്തിന് നമുക്കെതിരെ മാത്രം ഈ നിയന്ത്രണം? 21-22 43,000 കോടി രൂപ വായ്പ എടുത്ത സംസ്ഥാനത്തിന് 22-23 22,000 കോടി രൂപ വായ്പ എടുക്കാനേ അനുവാദം ലഭിച്ചുള്ളൂ. നടപ്പ് വർഷം അതിലും കുറവായിരിക്കും സർ. ഇത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യയിലെ സംസ്ഥാനം തന്നെയാണ് സർ കേരളം. എന്തുകൊണ്ടാണ് ഭരണഘടനാപരമായും നിയമപരമായും നമുക്കുള്ള അവകാശങ്ങൾ കേന്ദ്രം നഗ്നമായി നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കെതിരെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിനിരയാകുന്നവർ CPM-കാർ മാത്രമോ ഇടതുപക്ഷക്കാർ മാത്രമോ അല്ലല്ലോ സർ. LDF-കാരും UDF-കാരും BJP-കാരും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും അടങ്ങുന്ന കേരള ജനത ഒന്നടങ്കമല്ലേ സാർ അതിന് ദുരിതം പേറേണ്ടി വരുന്നത്? ആ നയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ എന്തുകൊണ്ടാണ് സാർ UDF-കാരുടെ ശബ്ദം ഉയരാത്തത്? നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ടെന്നും IGST പിരിവ് കാര്യക്ഷമമല്ലെന്നുമാണ് അടുത്ത ആരോപണം. സർ അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് സാർ തോന്നുന്നത്. 2017 മാർച്ച് 17 നിയമസഭയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ധനമന്ത്രി വ്യക്തമായി മറുപടി പറഞ്ഞതാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, എൽദോസ് കുന്നപ്പള്ളിൽ, സജീവ് ജോസഫ് എന്നിവർ ചോദിച്ചാണ് ചോദ്യം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 483. നിങ്ങൾ ചോദ്യം ചോദിക്കുകയുള്ളൂ സാർ. മറുപടി വായിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലേ? എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണ് സാർ നിങ്ങൾ നയിക്കുന്നത്. ഇതൊന്നും പഠിക്കാൻ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് IGST എന്ന് ധനമന്ത്രി ആ മറുപടിയിൽ വിശദീകരിച്ചത് വായിച്ചിരുന്നെങ്കിൽ ഈ വിഡ്ഢിത്തരം വിളമ്പുമായിരുന്നില്ല. ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ അന്തർ സംസ്ഥാന വിതരണത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് IGST. നികുതി കൊടുക്കുന്നയാൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിന്മേൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ് IGST സെറ്റിൽമെൻറ്റ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല. നിലവിലുള്ള നികുതി നിയമം അനുസരിച്ച് IGST സെറ്റിൽമെൻറ്റ് സുഗമമായി നടക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന് എല്ലാ മാസവും മുടങ്ങാതെ IGST വിഹിതം കിട്ടുന്നുണ്ടെന്നും ധനമന്ത്രി ആ മറുപടിയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇതേവരെ കിട്ടിയ കണക്കും പറഞ്ഞു. ഈ ധനകാര്യ വർഷം ഇതുവരെ കിട്ടിയത് 15,610 കോടി രൂപയാണ്. 2019-20 10,619.71 കോടി രൂപയായിരുന്നു. 2020-21 10,938.18 കോടി രൂപയായിരുന്നു. 2021-22 14,098.27 കോടി രൂപയായിരുന്നു. സാർ, GST സോഫ്റ്റ്വെയർ വഴി ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ട്രാൻസാക്ഷനാണിത്. ഇതിലെവിടെയാണ് സംസ്ഥാനത്തിന് റോൾ സാർ? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വാദിക്കാൻ കഴിയുക? GSTയെക്കുറിച്ച് പ്രാഥമികമായ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അസംബന്ധം ഈ ഫ്ലോറിൽ എഴുന്നള്ളിക്കുമോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് IGST ട്രാൻസാക്ഷൻ നടക്കുന്നത്? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സർക്കാർ വാദിക്കുന്നത്? എങ്ങനെയാണ് അവർ തങ്ങളുടെ അവകാശവാദം സാധൂകരിക്കുന്നത്? അങ്ങനെ വാദിച്ച് എത്ര കോടി രൂപയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകൾ IGSTയിലെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ച് വാങ്ങിയത്? അത് ചൂണ്ടിക്കാണിച്ച് ആ രീതി ഇവിടെയും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കേൾക്കാനൊരു അന്തസ്സുണ്ട് സർ. അതിനെക്കുറിച്ച് IGSTയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഇത്തരം അസംബന്ധം നിയമസഭയിൽ വെച്ച് അലക്കുന്നത് ശരിയാണോ എന്നത് നിശ്ചയമായിട്ടും നിങ്ങൾ പരിശോധിക്കണമെന്നാണ് സർ പറയാനുള്ളത്. സർ, സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമായി തന്നെയാണ് നടക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും സർ. കേന്ദ്രത്തിൻ്റെ പകയും പ്രതികാരവും മുടിയഴിച്ചാടുന്നത് മൂലമുണ്ടാകുന്ന കെടുതികളെ പരമാവധി ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോடு തന്നെയാണ് സംസ്ഥാനത്തെ നികുതി പിരിവ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സാർ നികുതി പിരിവിൽ ഈ വർധനയുണ്ടാകുന്നത്. അതിന് നമ്മുടെ ടാക്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ആ മാന്യത അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവരെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് ആക്ഷേപിക്കാതിരിക്കാനുള്ള വകതിരിവെങ്കിലും നിങ്ങൾ ദയവായി കാണിക്കണം സാർ. കേരളത്തിൻ്റെ ഒരു പൊതു സംസ്കാരം നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം കുടിശ്ശിക പിരിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ആഖ്യാനമാണ്. കേരളം രൂപീകൃതമായതു മുതൽ പല ഇനങ്ങളിലുള്ള സഞ്ചിതമായ കുടിശ്ശിക ഇപ്പോൾ പിരിച്ച് കേരളത്തിന്റെ ധന അസന്തുലിതാവസ്ഥ പരിഹരിക്കാമെന്നതാണ് ഈ കൂട്ടരുടെ വാദം. സാർ, ഇനിയും ധാരാളം പറയാനുണ്ട് സാർ. സമയമായി. കേരളത്തോട് ശത്രുതാപരമായി വിയോജനം കാട്ടുന്ന കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കുന്നതിനുള്ള ഉപായം മാത്രമാണ് സാർ ഇവർ നടത്തുന്നത്. കേന്ദ്രത്തിലെ നിലപാടിനെതിരെ നടക്കുന്നതായിട്ടുള്ള പോരാട്ടത്തിൽ സമരത്തിൽ അണിചേരുക എന്നുള്ളതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ സാർ.